പക്ഷേ ഈ ഡ്രഡ്ജർ അതിവേഗം ഗംഗാവലി പുഴയിലേക്ക് കടന്നു അല്ലേ? അഴിമുഖത്ത് നിന്നും പുഴയിലേക്ക് കടന്നോ? തീർച്ചയായിട്ടും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവേഗതയിലാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഈ ഗംഗാവലി പുഴയിലേക്ക് കടന്നത്. ഞാൻ കരുതിയത് ഒരു പക്ഷേ ഇവിടെ ഈ അഴിമുഖത്തേക്ക് കടക്കുന്ന സമയത്ത് ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവാം, വളരെ സാവധാനത്തിലായിരിക്കും കടക്കുക എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിവേഗതയിൽ തന്നെ ഗംഗാവാലിയുടെ ഈ അഴിമുഖത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് പോകുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ പാലം മുറിച്ച് കടക്കാൻ അതിന് കഴിയുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. പ്രധാനമായും ഇതിൻ്റെ ഉയരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ കാലുകൾ അഴിച്ചു മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ പുഴയുടെ അടിഭാഗത്ത് കൂടെ പാലത്തിന്റെ അടിഭാഗത്ത് കൂടെ കടന്നു പോകാൻ കഴിയുന്ന ഉയരം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രഡ്ജർ ഇപ്പോൾ അഴിമുഖത്ത് നിന്നും ഗംഗാവലി പുഴയിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിവേഗമാണ് പൊക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങൾ ശിരൂരിൽ പോവോ? തീർച്ചയായിട്ടും ഇത് വളരെ വേഗത്തിൽ നമ്മൾ നേരത്തെ കരുതിയത് സാവധാനത്തിലായിരിക്കും ഈ അഴിമുഖത്തേക്ക് പ്രവേശിക്കുക, അതിനുശേഷം ഇവിടെ ആങ്കർ ചെയ്ത് നിർത്തിയതിനു ശേഷം അനുകൂല കാലാവസ്ഥയൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക എന്നാണ് കരുതിയത്. പക്ഷേ അത്തരം ഒരു തയ്യാറെടുപ്പുകളൊന്നും ഒരു പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ പോകാൻ കഴിയുന്ന അനുകൂലമായ ഒരു സാഹചര്യമാണ്, കാലാവസ്ഥയടക്കം അതോടൊപ്പം തന്നെ പുഴയിലെ ജലനിരപ്പ് അടക്കം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ അഴിമുഖ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പാലത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. പാലം ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രമാണ് മുകൾ ഭാഗത്തേക്കുള്ളത്. ആ ഭാഗത്തൂടെ കടത്തിവിടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ശിരൂർ മേഖലയിലേക്ക് ഇതിന് കടന്നു പോകാൻ കഴിയുമെന്ന് തന്നെയാണ്. ഇതിന്റെ ഉയരം നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഒരു പക്ഷേ ഈ പാലത്തിന്റെ അടിത്തട്ടിലൂടെ പോകാൻ കഴിയുന്ന ഉയരം മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പുഴയുടെ പാലത്തിനടിയിലൂടെ ഷിരൂരിലേക്ക് പോവുമോ? അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്തുമല്ലോ. ഇതേ വേഗതയാണെങ്കിൽ ഒരു 7-8 എത്ര കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ഈ അഴിമുഖത്ത് നിന്നും ഈ പുഴ വഴി പോയാൽ ഷിരൂരിലേക്ക്? ഏതാണ്ടും 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ശിരൂർ ദുരന്ത മേഖലയിൽ നിന്നും ഈ അഴിമുഖത്തേക്കുള്ളത്. ഈ ഭാഗത്താണ് ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടത്. നേരത്തെ 40 കിലോമീറ്ററോളം അകലെ ഉണ്ടായിരുന്നു ഈ കാർവാർ മേഖലയിൽ നിന്ന്. കാർവാറിൽ നിന്ന് ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ഈ ഡ്രഡ്ജർ പുറപ്പെട്ടത്. ഇപ്പോൾ ഏതാണ്ട് 10 മണിയോട്, അതായത് 8 മണിക്കൂറിനകം തന്നെ ഈ ഡ്രഡ്ജർ ഇവിടേക്ക് 40 കിലോമീറ്റർ മറികടന്നിട്ടുണ്ട്. ഇനി ഏതാണ്ട് 7 കിലോമീറ്റർ 8 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. ആ മേഖല കൂടി കടന്നു പോകാൻ കഴിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ദൗത്യം, അതായത് ശിരൂരിന്റെ 4ാം ഘട്ട ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും വളരെ സൂചനമായ കാര്യങ്ങൾ തന്നെയാണ്, കാരണം പ്രതീക്ഷാ നിർഭരമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഡ്രഡ്ജർ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പാലം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാം. അഭിലാഷിനേക്കാൾ വേഗതയിൽ ഇപ്പോൾ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലേക്ക് കടക്കുകയാണ് അഴിമുഖത്ത് നിന്നും. ഇന്നലെ രാത്രിയിലാണ് ഈ ഡ്രഡ്ജർ പുറപ്പെട്ടിരിക്കുന്നത്. പടുകൂറ്റൻ ഡ്രഡ്ജറാണ്, 28.5 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഡ്രഡ്ജറാണ് ഷിരൂരിൽ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിലിനായി ഗോവയിൽ നിന്ന് എത്തിക്കുന്നത്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങൾ കാണാം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അല്പസമയം മുൻപെടുത്ത് ഈ ലൈവ് വിഷ്വലാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇനി എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ആ ഗംഗോത്രി പാലത്തിനടിയിലൂടെ പോകും. പാലത്തേക്ക് കയറുമോ അതല്ല ഈ ഭാഗത്ത് എവിടെയെങ്കിലും തൽക്കാലം നങ്കൂരമിട്ട് വേലിയിറക്കത്തിന് വേണ്ടി കാത്തിരിക്കുമോ എന്ന് നമുക്കറിയില്ല. അഭിലാഷ് പറയുന്നതനുസരിച്ച് പാലത്തിനടിയിലൂടെ പോകേണ്ട ഉയരം മാത്രമേ ഉള്ളൂ എന്നാണ്. അഭിലാഷ്, ഉയരം പ്രശ്നമല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ പോകുമല്ലേ? നമുക്ക് കാഴ്ചയിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പാലത്തിൻ്റെ അടിയിലൂടെ പോകാൻ കഴിയുന്ന ഉയരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അത് സമീപത്തെത്തിയാൽ മാത്രമേ അതിന് എത്രത്തോളം ഉയരമുണ്ട്, അതിൻ്റെ അടിയിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു നിലയിലാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ പുഴയുടെ ഈ പാലത്തിൻ്റെ അടുത്തേക്ക് ഈ ഡ്രഡ്ജർ ബോട്ടുകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 3 വെസലുകളും വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുന്നു. നേരത്തെ നമ്മെ അറിയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലത്തിനടുത്ത് പോയതിന് ശേഷം അവിടെ ഈ ആങ്കർ ചെയ്ത് നിർത്തും എന്നുള്ള കാര്യമാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്.